ഒരു 3 കാര്യം 30 സെക്കൻഡ് നമുക്ക് കൊടുത്താലോ? ഒരു 3 കാര്യം 30 സെക്കൻഡ് കൊടുത്താലോ നമുക്ക്? രാഹുലിന്റെ കൈ കണ്ടപ്പോഴാണ് ഗാന്ധിയുടെ ഫോട്ടോ. ഗാന്ധിയെയും അഥവാ ഗോൾവൽക്കറെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ എല്ലാവർക്കും യോജിപ്പുള്ള 3 കാര്യങ്ങൾ 30 സെക്കൻഡ് പറയാം. ശരി. ഒന്ന്, നമുക്ക് പലപ്പോഴും മലയാളികളെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ക്യാരക്ടറാണ് മഹാബലി. മഹാബലിയുടെ അച്ഛൻ്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ, മകൻ്റെ പേരെന്താ, ഭാര്യയുടെ പേരെന്താ, നമ്മുടെ ചർച്ചകളിലൊന്നും വരാറ്. മഹാബലി പ്രഹ്ലാദന്റെ കൊച്ചുമകനാണ്. മഹാബലിയുടെ അമ്മയുടെ പേര് ദേവാംബ എന്നാണ്, മകൻ്റെ പേര് ബാണൻ എന്നാണ്. മഹാബലിയുടെ ഇങ്ങനെ ഒരു ലൈനേജ് ഉണ്ട്, നമുക്ക് അറിയുമ്പോൾ കൗതുകം തോന്നും. നമ്മുടെ മാത്രമല്ല മഹാബലി, മഹാരാഷ്ട്രയിൽ ജ്യോതിബാ ഫൂലെ, മഹാത്മാ ഫൂലെ, മഹാത്മാഗാന്ധിയൊക്കെ രാമരാജ്യം വെക്കുന്നതിന് മുമ്പ് ബലിരാജ്യം എന്ന സങ്കല്പമാണ് വെക്കുന്നത്. ശരിക്കും ഈ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു രാജാവായിരുന്നു ഈ വിരോചനന്റെ മകനായ ബലി. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിസിറ്റി ചർച്ച ചെയ്യാറില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യം കൂടെയാണ്. കാര്യം മഹാബലി ആണല്ലോ ഇതിൻ്റെ ഒരു സെൻട്രൽ ഫിഗർ. സന്ദീപ് ജി പറഞ്ഞ പോലെ 30 സെക്കൻഡ് കഴിഞ്ഞു. അല്ലല്ലേ കഴിഞ്ഞ ദിവസേ 30 സെക്കൻഡ് കഴിഞ്ഞു. ഒരു കാര്യം കൂടെ, ഈ 30 സെക്കൻഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ലോകസഭയിൽ നിന്നൊക്കെ പഠിച്ചാ 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് സംസാരിക്കും. ഒരു ടൈമർ ഉണ്ടാവും, ടൈമർ ഓരോരുത്തർ ഒരു 30 സെക്കൻഡ് അല്ല. എന്നിട്ട് ഹാഷ്മി വരെ ഇടയ്ക്ക് ഇടപെടും. ഞാൻ ആയില്ല എന്ന് പറയാം. ഹാഷ്മി കാണാൻ പറ്റൂലല്ലോ, കാണാൻ പറ്റൂല ടൈമർ. ഫാത്തിമ തല്ലേ. അപ്പൊ ഈ സാധാരണ ഫാത്തിമ എന്ന് പേരുള്ളവർക്ക് കളിയാക്കാനും സ്നേഹത്തോടെ ആൾക്കാർ പാത്തുന്ന് വിളിക്കും. അങ്ങനെ ആ വിളി ഉണ്ടല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടമാണ് അങ്ങനെ വിളിക്കും. പല ഡസൺ കണക്കിന് പേരുകളാ സോഷ്യൽ മീഡിയ കയറി നോക്കിയാ അറിയാം. പാത്തു എന്ന് വിളിക്കുന്നവരുണ്ട്. പിന്നെ ഓരോരോ വിഷയത്തിനനുസരിച്ച് ഒപ്പം പാത്തുവിന്റെ മുന്നേ കൂടും. അല്ല അങ്ങനെ പാത്തു ഏതൊരു വിഷയത്തില്, അതെ CPM ക്രിട്ടിസൈസ് ചെയ്തിട്ടൊരു മാപ്പ് ഇട്ടിരുന്നു ഞാൻ. അതിനുശേഷം ഏത് പോസ്റ്റ് ഇട്ടാലും ഏറില്ല. അതെന്താ അങ്ങനെ? ഏത് പോസ്റ്റ് ഇട്ടാലും ഏറിലോട്ട്? അതിന് ഉത്തരം വസീഫിനോടോ ചിന്തയോടൊക്കെ ചോദിക്കണം. പാത്തുന്ന് വിളിച്ചപ്പോ അതൊരു അനുകമ്പുള്ള ഒരു സ്നേഹമുള്ള പേര് പോലെ ഫീൽ ചെയ്ത് തുടങ്ങി. അതെ. പിന്നെ അതിനുശേഷം എന്ത് വിളിച്ചാലും പ്രശ്നമില്ല എന്നുള്ള അവസ്ഥയില്ല. ദിവസം കയറി സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വിളി കാണണം, എങ്കിലേ ദിവസം തന്നെ ആവുള്ളൂ എന്നാണ്. അതെ. ചിന്തയോട് കാര്യം ചോദിക്കട്ടെ. ചിന്തയോട് ചോദിക്കുന്നതിന് മുമ്പ് ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ റഹീമിന് ഏറെ കയറാനുള്ള റഹീം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ പറയണ്ട, റഹീം കട്ട് ചെയ്യാൻ പറയും. പിന്നെ ചിന്ത പറഞ്ഞു കൊടുങ്ങ അങ്ങനെ ഒരു സംഭവം. ശശിയേട്ടൻ ഏതാ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഒരു പുതിയ ട്രോള് കടന്ന് കറങ്ങുന്നുണ്ട്, ശ്രദ്ധിച്ചോ? അത് പുതിയതൊന്നുമല്ല, പഴയതാ. ശരി. അല്ല, അത് ഒരു പ്രസംഗത്തിൽ ഉദാഹരണമായിട്ടൊരു പേര് ഉപയോഗിച്ചതാ. അത് പിന്നെ ട്രോളന്മാർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാ. അങ്ങനെ ബോധപൂർവ്വം കൊടുക്കുന്നതാണോ? അതെ, ബോധപൂർവ്വം കൊടുക്കുന്നതാ. ചിന്തയുടെ ഓണം ചിന്തകൾ എന്തൊക്കെയാ? ഓണം എല്ലാരും പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയാണ്, ഓർമ്മയുടെ മധുരമാണ് എപ്പോഴും ഓണം എന്നുള്ളത്. അതിപ്പോൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എൻ്റെ കമലിനെ കുറിച്ച് പറയണേ. ഓണമാകുമ്പം പ്രത്യേകമായി നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം ജിമിക്കിയും കമ്മലും ഒക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ജ്യോതിചേട്ടൻ പറഞ്ഞ ഓർമ്മകൾ, ജിമിക്കി കമ്മലിന്റെയും പഴയ പ്രസംഗത്തിന്റെയും ട്രോളിന്റെയും ഓർമ്മകളും വരും. പല ഓർമ്മകൾ കൂടി ചേർന്നതാണ്.